ഗുഡ് മോർണിംഗ്. അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്താണ് കൂട്ടുകാരെ, എല്ലാവരുടെയും വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നോൽമ്പൊക്കെ അങ്ങനെ വീടിൻ്റെ അടുത്ത് എത്താനാവാനായി അല്ലേ? അപ്പോൾ എല്ലാവരും നനച്ചുള്ള പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നോമ്പിൻ്റെ എല്ലാവരും തിരക്കിലും കാര്യത്തിലൊക്കെ ആയിരിക്കും അല്ലേ? അപ്പോൾ എത്ര തിരക്കാണെങ്കിലും നമ്മുടെ വീഡിയോസൊക്കെ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ അക്ഷയ വരെ ഒന്ന് പോകണം. അപ്പോൾ നമുക്ക് 2 അണ്ണാൻകുട്ടികളുണ്ടായിരുന്നു കേട്ടോ, കുഞ്ഞാപ്പൂ മുത്തുമണി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ അണ്ണാൻകുട്ടീനെ കണ്ടപ്പോൾ എനിക്ക് അതിൻ്റെ ഓർമ്മ വന്നു. അപ്പോൾ അതാണ് ഞാൻ അണ്ണാൻകുട്ടീൻ്റെ വീഡിയോ ഒന്ന് പിടിച്ചതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചേട്ടൻ്റെ തൊട്ടുള്ളൊരു ഒഴിഞ്ഞൊരു കുറ്റി മരത്തിൽ ഇങ്ങനെ ചെതൽ കഴിക്കാൻ വന്നിക്കുക തോന്നുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതിനിങ്ങനെ നോക്കി നിന്ന് വീഡിയോ എടുത്തത് എന്നെ കണ്ടതും ആൾ മെല്ലെ എസ്കേപ്പ് ആവാൻ തുടങ്ങിയിട്ടാണ്. ഞാൻ കുഞ്ഞാപ്പൂ എന്ന് വിളിച്ചതും അത് മെല്ലെ എസ്കേപ്പായി അവിടുന്ന്. അപ്പോൾ എൻ്റെ ഏകദേശം എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ നിസ്കാരപ്പായൊക്കെ ഞാൻ തിരുമ്പി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല വെയിൽ വന്ന ശേഷം ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് മുമ്പ് ഞാൻ കുറച്ച് ചായയൊക്കെ കുടിച്ചിട്ട് രാവിലത്തെ പണി കഴിയുമ്പോൾ ഒരു ക്ഷീണമല്ലേ. അപ്പോൾ പാല് പിന്നെ കേട്ടോ വാങ്ങിയിട്ട് വരാൻ പോകണുള്ളൂ. അപ്പോൾ ആദ്യം കട്ടൻ ചായ ഒന്ന് കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് കട്ടൻ ചായയും പിന്നെ പത്തിരി ആട്ടോ ഉണ്ടാക്കി രാവിലെ. അപ്പോൾ പത്തിരി കട്ടൻ ചായയും ഇവിടെ കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ചായയൊക്കെ തിളപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കും ഗ്യാസ്കാർക്കുള്ള കട്ടൻ ചായ, പിന്നെ കുട്ടികൾ എണീച്ചിട്ട് പിന്നെ പാല് വീത്തിയത് വെക്കുള്ളൂ. അപ്പോൾ പത്തിരിക്ക് പിന്നെ ഞാൻ തേങ്ങാപ്പാലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൂട്ടി കഴിക്കും. ആദ്യം ഞാൻ ചായക്ക് വെറുതെ ഇങ്ങനെ കഴിക്കും കേട്ടോ. ചായക്ക് പത്തിരി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ചായയും പത്തിരിയും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വെറുതെ എന്താണ് പറയുക, കറിയൊന്നും ഇല്ലെങ്കിലും വെറുതെ ചായക്ക് കഴിക്കും ഞാൻ. പിന്നെ കടലച്ചാറോ അല്ലെങ്കിൽ തേങ്ങാപ്പാലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കൂട്ടാ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, റേഷൻ കാർഡിൽ നിന്ന് ഞങ്ങൾ 3 ആളും കട്ടായി പോയിട്ടാ. എൻ്റെ 3 കുട്ടികളും കട്ടായിപ്പോയി. വിരൽ കിട്ടാത്തത് കൊണ്ട് ഫാത്തിമക്കുട്ടിക്കും റിൻഷിമോൾക്കും റഹീസിനൊക്കെ, പിന്നെ റജിക്കുട്ടിക്ക് പിന്നെ സ്കൂളിൽ ചേർത്തണമല്ലോ. അപ്പോൾ എന്തായാലും ആധാർ എടുക്കണം. അപ്പോൾ ഞാൻ പണികളൊക്കെ നേരത്തെ കഴിച്ചിട്ട് ചോറ് ആയിട്ടുണ്ട്. കൂട്ടാൻ പരിപ്പ് കറി കേട്ടോ. അപ്പോൾ അങ്ങോട്ട് പോകണ കാരണം സിമ്പിളായിട്ട് വേഗം കുക്കറിൽ വെക്കാമെന്ന് വിചാരിച്ചു. ഇന്നിപ്പോൾ അടുപ്പിലൊന്നും വെക്കാൻ നിന്നില്ല. അവിടെ ടോക്കൺ എടുത്തിട്ട് കുറേ നേരം വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വരും. എന്തായാലും ടോക്കൺ എടുക്കണം. ടോക്കൺ രാവിലെ 10 മണിക്ക് എടുക്കുക. എന്നിട്ട് പിന്നെ അവിടെ പോയപ്പോൾ അവർ അങ്ങനെ കേട്ടോ പറഞ്ഞത്. പിന്നെ എന്തായാലും വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വരും. പിന്നെ ഇവിടുത്തെ പണികളൊക്കെ ഇട്ടെറിഞ്ഞ് പോയി നമ്മൾ വന്നു കഴിഞ്ഞാൽ വിശന്നിട്ടായിരിക്കും വരുന്നത് തന്നെ. അപ്പോൾ എന്തായാലും എപ്പോഴും കറിയൊക്കെ നേരത്തെ വെക്കുമല്ലോ, ചോറും കൂട്ടാനൊക്കെ എപ്പോഴും ഉള്ള പോലെ സ്കൂളിൽ പോകുമ്പോൾ വെക്കണ പോലെ വെക്കൂട്ടോ. അപ്പം ഞാൻ ചായ കുടിക്കണപ്പോൾ നമ്മുടെ ഫാത്തിമക്കുട്ടി ഒപ്പം അണിച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൾക്കും ഞാനും അവിടെ കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ പോവാൻ റെഡിയായി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നല്ല ഒരു വെയിൽ അടിക്കുന്നുണ്ട്. രാവിലെ തന്നെ ഭയങ്കര ചൂടാട്ടോ. അപ്പോൾ മുസല്ലിയുണ്ട്, നിസ്കാരക്കുപ്പായവും ഉണ്ട്, പിന്നെയും വേറെ കുറേ തുണികളുണ്ട് കേട്ടോ. നമ്മുടെ പാത്തൂൻ്റെയൊക്കെ മുത്ര തുണികളും അങ്ങനെ കുറേ തുണികൾ വേറെ ഉണ്ട്. അപ്പോൾ 2-3 ട്രിപ്പായിട്ട് ഞാൻ തിരുമ്പി എടുത്തു കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഇങ്ങനെ കുറേ 10 മണി കഴിഞ്ഞതും പിന്നെ അങ്ങോട്ട് അടിക്കാൻ തുടങ്ങിയിട്ടാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ചൂടിലെല്ലാം തുണികളും, പിന്നെ ഞാൻ നിസ്കാരപ്പായിലായിരുന്നു ആദ്യം നിസ്കരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഗിഫ്റ്റ് കിട്ടിയ മുസല്ല കേട്ടത്. നഫ്ല പറഞ്ഞ മലപ്പുറത്തുനിന്ന് നമുക്കൊരു ഫ്രണ്ട് ഗിഫ്റ്റ് തന്നതാണ്. അപ്പോൾ ഇത് കിട്ടിയതുകൊണ്ട് വളരെ ഉപകാരമായിട്ടാണ്. നമുക്ക് മുട്ട് കുത്തുമ്പോഴൊക്കെ നല്ല സോഫ്റ്റ് ഉണ്ട്, വേദനയൊന്നും അറിയണില്ല. ആദ്യമൊക്കെ മുട്ട് കുത്തുമ്പോൾ നല്ല വേദനയൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ളൊരു സാധനമാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നല്ല ഇതുണ്ട് കേട്ടോ, സ്പോഞ്ച് പോലെ ഉണ്ട്. പിന്നെ വെള്ളത്തിലിട്ടപ്പോൾ കളറൊന്നും പോയിട്ടൊന്നുമില്ല കേട്ടോ. എന്താ പറയുക, ഇളകിപ്പോവുക അങ്ങനെ കറ പിടിക്കുക ഒന്നുമില്ല കേട്ടോ. ആ കളറ് അതുപോലെ തന്നെ ഉണ്ട്. അപ്പോൾ എന്തായാലും യൂസ്ഫുള്ളാണ്. ഇതിങ്ങനെ അവൾ ഇതുപോലെ ഒന്നും എടുത്തിട്ടുണ്ടെന്ന് കേട്ടോ പറഞ്ഞത്. അപ്പോൾ എന്തായാലും എടുത്തോ, നല്ല സാധനമാണ്. എന്തായാലും കമ്പനിയാണെന്ന് തോന്നുന്നു. നല്ലൊരു ഇതുണ്ട് കേട്ടോ, ക്വാളിറ്റി ഉണ്ട്. നമുക്ക് വെള്ളത്തിലിട്ടാലും കേടൊന്നും വരുന്നില്ല, ഒരു പിഞ്ഞല ഒന്നുമില്ല കേട്ടോ. അപ്പോൾ നല്ല കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്തായാലും അവൾ എനിക്ക് ഗിഫ്റ്റ് തന്നതാണ് കേട്ടോ. അത് എന്തായാലും ഉപകാരമായി. പിന്നെ അതൊക്കെ ഒന്ന് ഇട്ടിട്ടുണ്ട് കേട്ടോ വെയിലത്ത്. പിന്നെ ബാക്കിയുള്ള തുണികൾ അപ്പുറത്തൊക്കെ ആയിട്ട് ഇങ്ങനെ ഇടുന്നുണ്ട്. ഇടാനും പിന്നെ കുറേ ഉള്ളിലും ഇട്ടിട്ടുണ്ട്.
അപ്പം ഇനി കുറച്ച് കഴിഞ്ഞിട്ട് കുട്ടികളൊക്കെ ഇനി റിയാസ് വന്ന ശേഷം കുട്ടികളൊക്കെ ഒന്ന് ഒരുക്കിയിട്ട് ഞങ്ങൾ പോകും കേട്ടോ അക്ഷയയിലേക്ക്. പിന്നെ ഇപ്പോൾ 2 ദിവസം കുട്ടികൾക്ക് സ്കൂളൊന്നും ഉണ്ടാവില്ലല്ലോ, ശിവരാത്രിയും പിന്നെ നമ്മുടെ ഇവിടെ മനപ്പുള്ളിക്കാവ് വേല എന്ന് പറയും, വേലയൊക്കെ ആയിട്ട് സ്കൂളൊക്കെ അവധികളാട്ടോ 2 ദിവസം. പിന്നെ എല്ലാവരും പരിപാടിക്കും ഒക്കെ നമ്മുടെ അടുത്ത് തന്നെ ഒരു അമ്പലം ഉള്ളത് കൊണ്ട് അവിടെ എല്ലാ കലാപരിപാടികളും ഗാനമേളയൊക്കെ ഉണ്ടാവും കേട്ടോ. പക്ഷെ ഇവിടെയുള്ള നമ്മുടെ അടുത്തുള്ള ആൾക്കാരൊക്കെ പോവും. പക്ഷെ ഞാനൊന്നും ഇതുവരെ ഇവിടെ വന്നിട്ട് 6 കൊല്ലമായിട്ടോ, പക്ഷെ ഇതുവരെ ഞാനൊന്നും പോയിട്ടില്ല. റിയാസ്ക്കൊന്നും അങ്ങോട്ടൊന്നും കൊണ്ടുപോകില്ല. അപ്പോൾ പിന്നെ രാത്രി പരിപാടിയല്ലേ, അതുകൊണ്ട് ഞങ്ങളൊന്നും പോകില്ല കേട്ടോ. പിന്നെ നമ്മൾ നേർച്ചക്കൊക്കെ പോവും, പള്ളി നേർച്ചയൊക്കെ ഉണ്ടെങ്കിലൊക്കെ അത്യാവശ്യം റിയാസ്ക്കൊക്കെ കൂട്ടിയിട്ട് പോകും കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം മനപ്പള്ളി വേല കഴിഞ്ഞോന്നറിയില്ല, റിയാസ്ക്കൊക്കെ കൊണ്ടുപോയിച്ചപ്പോൾ ഒന്നും പറഞ്ഞുമില്ല. അത് പിന്നെ പകലാണ് കേട്ടോ, പകലല്ല രാത്രി തന്നെ തോന്നുന്നു. പിന്നെ റീസ് കുട്ടിൻ്റെ സ്കൂളിൽ ഇന്നലെയായിരുന്നു പരിപാടി, അപ്പോൾ അതിനും പോകാൻ പറ്റിയില്ല കേട്ടോ. ഞങ്ങൾ അക്ഷയ പോണ കാരണം അവനിക്ക് അതിനും പോകാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ ഞാൻ അലക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ അവനും പരിപാടിക്കൊന്നിനും ചേർന്നിട്ടൊന്നുമില്ല. ഉണ്ടെങ്കിൽ നമുക്ക് പോകാനൊരു ത്രില്ലുണ്ടാകും. അവൻ പിന്നെ ഒന്നിനും എനിക്കൊരു മടി പോലെയാണ് ഒക്കത്തിന്. പിന്നെ റിയാസ്ക്ക വന്നു കേട്ടോ. റിയാസ്ക്ക വന്ന് ഞങ്ങൾ അക്ഷയയിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. പിന്നെ ഇവൻ്റെയൊക്കെ പുതുക്കണം, ഫോട്ടോ ഒക്കെ എടുത്ത് കണ്ണും കൈയൊക്കെ എടുത്തിട്ട് വെക്കണം. അങ്ങനെ കുറേ പിന്നെ അത് സപ്ലൈ ഓഫീസിൽ കൊണ്ടുപോയി കൊടുക്കണം. അങ്ങനെ കുറേ വലിയൊരു പണി കിട്ടിയിട്ടുണ്ട് എന്തായാലും. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും അവിടെ പോയി കാവലിൽ നിന്നൊക്കെ ശരിയാക്കി പിന്നെ ഇനിയിപ്പോൾ കുറേ ദിവസം ലീവല്ലേ, തിങ്കളാഴ്ച ഇനി കൊണ്ടുപോകാൻ പറ്റുള്ളൂ കേട്ടോ സപ്ലൈ ഓഫീസിലേക്ക്. അപ്പോൾ ഇൻഷാ അല്ലാഹ് കൂട്ടുകാരെ ഇന്നത്തെ കുറച്ച് വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. നമ്മുടെ അന്നുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് അടിക്കുക. പിന്നെ നമ്മുടെ ഒരു കുഞ്ഞു ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇൻഷാ അല്ലാഹ് നല്ല വീഡിയോ ആയിട്ട് പിന്നെ വരാം.